അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അബ്ബാസി ഭരണകൂടത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അബ്ബാസി ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഖലീഫമാർ ആരൊക്കെയാണ്, അവരൊക്കെ നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് വൈജ്ഞാനികമാണെങ്കിലും ആർക്കിടെക്ചർ പരമാണെങ്കിലും അല്ലെങ്കിൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങളിലായാലും അവരിൽ പ്രധാനികൾ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ധാരാളം മുന്നേറ്റങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അസ്ബാബു ഇൻഹിയാരി ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസി ഭരണകൂടം തകരാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഒരു ശക്തമായിട്ടുള്ള ഭരണകൂടം അത് അധപതിക്കുകയാണ് എങ്കിൽ, അത് തകർന്നു പോവുകയാണെങ്കിൽ അതിനെ സ്വാധീനിച്ച ധാരാളം ഫാക്ടറുകൾ, കാരണങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതാണ് അല്ലേ. ഇപ്രകാരം ധാരാളം കാരണങ്ങൾ കൊണ്ടാണ് അബ്ബാസി ഭരണകൂടവും തകർന്നു പോയിട്ടുള്ളത്. അതിലുള്ള എല്ലാം അത്രത്തോളം സുപ്രധാനമല്ലാത്തതിനാൽ തന്നെ പ്രധാനപ്പെട്ട അല്പം ചില കാരണങ്ങൾ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമതായിട്ട് നിളാമുൽ ഖിലാഫ. ഓക്കെ, അതായത് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖിലാഫത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഷൂറ, അതായത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാം അല്ലേ. അതായത് വ അംറുഹും ഷൂറ ബൈനഹും, അല്ലെങ്കിൽ വ ഷാവിറുഹും ഫിൽ അംരി എന്നൊക്കെയുള്ള ഖുർആനിക വചനങ്ങൾ ജനങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാനമായും ഹുക്കുമുകളൊന്നും ഇറങ്ങാത്ത, അള്ളാഹുവിൽ നിന്നും നേരിട്ട് ഹുക്കുമുകൾ ഇറങ്ങാത്ത എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളെ കൂടി പങ്കാളികളാക്കിയിട്ട് ഹുക്കുമ് നിർണ്ണയിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അടുത്ത ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ പദം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അല്ലേ. ഒരു പന്തലിന് കീഴിലായിട്ട് മുഹാജിറുകളും അൻസാറുകളും നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു ആകെ ടോട്ടലായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നത് എന്നർത്ഥം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവും ഇങ്ങനെ ചർച്ചക്കായിട്ട് തനിക്ക് ശേഷം ഭരണാധികാരിയാവേണ്ട ആളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു 6 അംഗ സമിതിയെ ചർച്ചക്കായിട്ട് സെലക്ട് ചെയ്തിരുന്നു. ഓക്കെ, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു സമിതിയെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചർച്ചക്കായിട്ട് എന്ത് ചെയ്തിരുന്നു, ചുമതലപ്പെടുത്തിയിരുന്നുവെന്നർത്ഥം. ഇങ്ങനെ ജനങ്ങളെ കൂടി പങ്കാളികളാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു ഇസ്ലാമിൽ അതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഉമവികളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, ഉമവി ഭരണാധികാരികളെക്കുറിച്ച് നമുക്കറിയാം, അവർ ഈ ഒരു ഭരണത്തിൻ്റെ തുടർച്ച, അതായത് ഒരാൾ മരിച്ചാൽ, ഒരു ഖലീഫ മരിച്ചാൽ പിന്നീട് അതിൻ്റെ പിന്തുടർച്ചാവകാശത്തിൽ ജനങ്ങൾക്ക് അത്രത്തോളം എന്ത് നൽകിയിരുന്നില്ല, സ്വാധീനം നൽകിയിരുന്നില്ല. മറിച്ച് അവർ തങ്ങളുടെ മക്കളെ തന്നെയായിരുന്നു, തങ്ങളുടെ അനന്തരാവകാശികളെ തന്നെയായിരുന്നു എന്തായിട്ട് അടുത്ത ഖലീഫയായിട്ട് നിയമിച്ചിരുന്നത്. നമുക്കറിയാം, ഉമവി ഭരണകൂടത്തിലെ ആദ്യത്തെ ഖലീഫ ബഹുമാനപ്പെട്ട മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അല്ലെങ്കിൽ ഭരണകാലത്ത് തൻ്റെ അടുത്ത ഖലീഫയായിട്ട് നിയമിച്ചിരുന്നത് തൻ്റെ മകനായിട്ടുള്ള യസീദ് എന്നിവരെയായിരുന്നല്ലോ. അതിനുശേഷം യസീദിൻ്റെ മകൻ മുആവിയ, അങ്ങനെ പിന്നെ ആലു മർവാനിലേക്ക് ആ ഒരു ഭരണകൂടം നീങ്ങുകയാണുണ്ടായത്, ഉമവി ഭരണകൂടം അല്ലേ. പിന്നീടൊക്കെ മക്കൾ എന്നുള്ള രീതിയിലായിരുന്നു അവർ ഭരണം നടത്തിയിരുന്നത്. എന്ന് മാത്രമല്ല, കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ കൂടുതൽ കാര്യം വഷളാവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും, തനിക്ക് ശേഷമുള്ള 2 ഖലീഫമാരെ വരെ നിർണ്ണയിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ശേഷം എൻ്റെ ആദ്യത്തെ മകനാണ് ആദ്യമായിട്ട് ഖലീഫയാകേണ്ടത്, അവന് ശേഷം എൻ്റെ 2ാമത്തെ മകനാണ് ഖലീഫയാകേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണത്തിൻ്റെ പിന്തുടർച്ചാവകാശം നൽകിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഉദാഹരണത്തിന് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നുള്ള ഉമവി ഭരണാധികാരി തനിക്ക് ശേഷമുള്ള 4 ഭരണാവകാശികളെ, അതായത് തൻ്റെ മക്കളായിട്ടുള്ള വലീദ്, സുലൈമാൻ, അതിനുശേഷം യസീദ്, ഹിഷാം എന്നീ 4 പേരെ അടുത്ത ഭരണാധികാരികളായിട്ട് ചുമതലപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഇർത്ത് നിലക്കുള്ള, അതായത് അടുത്ത ഭരണാവകാശി ആരായിരിക്കണം, ഉള്ള രാജാവിൻ്റെ തന്നെ, ഉള്ള ഖലീഫയുടെ തന്നെ അനന്തരാവകാശിയായിരിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഉമവി ഭരണാധികാരികൾ തന്നെ ഈ നിളാമുൽ ഖിലാഫയെ മാറ്റിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉമവി ഭരണാധികാരികൾക്ക് ശേഷം വന്നിട്ടുള്ള അബ്ബാസി ഭരണാധികാരികളും ഇത്തരത്തിലുള്ള ഒരു കാര്യം പിന്തുടർന്നു വന്നു. ഓക്കെ, അബ്ബാസികളും തങ്ങളുടെ മക്കൾക്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെയായിരുന്നു അടുത്ത ഖിലാഫത്തിനുള്ള അവകാശം നൽകിയിരുന്നത് എന്ന
എന്നല്ലാതെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ അന്നാട്ടിലെ പ്രമാണിമാർക്ക് ഒന്നും അതിനുള്ള ഒരു അവകാശവും അവർ നൽകിയിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ബൈഅത്ത് എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമില്ല എങ്കിലും ജനങ്ങൾ എന്തു ചെയ്യാൻ തുടങ്ങി? ഈ മുൻകഴിഞ്ഞ ഖലീഫയുടെ മകനെ അടുത്ത ഖലീഫയായിട്ട് തീരുമാനിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു നിളാമുൽ ഖിലാഫത്തിൻ്റെ പ്രവണത പലപ്പോഴും ധാരാളം പ്രശ്നങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും സിംഹാസനത്തിൽ വരുന്നത് എന്നു തന്നെ. രണ്ടാമതായിട്ട് ഒരാൾ തന്നെ തനിക്ക് ശേഷമുള്ള 2, 3, 4 ആളുകളെ ഖലീഫയായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും അങ്ങനെ തന്നെ പിന്തുടർന്നു പോകാൻ തനിക്ക് ശേഷം വരുന്ന ഭരണാധികാരികൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഓക്കെ, അതായത് ഒരാൾ ഭരണാധികാരിയാകുന്നു, തനിക്ക് ശേഷം തൻ്റെ 4 മക്കളെ തുടർച്ചാവകാശികളായിട്ട് തർത്തീബ് അനുസരിച്ച് അവൻ ഖലീഫയാക്കിയാലും അവൻ്റെ മൂത്ത മകൻ അല്ലെങ്കിൽ രണ്ടാമത്തെ മകനൊക്കെ തനിക്ക് ശേഷമുള്ള ഖലീഫയായിട്ട് തൻ്റെ മകൻ തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടാവുകയും അതുവഴി തങ്ങളുടെ ഉപ്പമാരുടെ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഖലീഫമാരുടെ വസിയ്യത്തുകൾ പൂർണ്ണമായിട്ടും തീർപ്പാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. അതുവഴി ധാരാളം പ്രശ്നങ്ങൾ അത് ആന്തരികമായിട്ട് തന്നെ അബ്ബാസികളിൽ ഭരണകൂടങ്ങളിൽ അത് നിലനിന്നിരുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ ഒരു അബ്ബാസി ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അബ്ബാസി ഭരണകൂടത്തെ നമ്മൾ പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് തകർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അധികാരത്തിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ പരസ്പരം മത്സരിക്കുകയും പരസ്പരം തർക്കിക്കുകയും ചെയ്തിരുന്ന, പരസ്പരം വെല്ലുവിളികളും കൊലകളുമായിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയാറുള്ളത്. ഈ അവസരത്തിലും ധാരാളം ആളുകൾ ഭരണത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് വന്നു. അത് എന്ത് ചെയ്തു? ധാരാളം പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ഒരു ഫസ്ലു സാനി, രണ്ടാമത്തെ ഘട്ടത്തിലുള്ള അബ്ബാസി ഭരണകൂടത്തിലുള്ള അന്നത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഖലീഫമാരെ ബൈഅത്ത് ചെയ്യുക എന്നുള്ളത് ഒരു പ്രഹസനം മാത്രമായിരുന്നു. ഓക്കെ, തങ്ങൾക്ക് താല്പര്യമില്ല എങ്കിലും ഒരാൾ വന്നിട്ട് ഭരണാധികാരിയാണെന്ന് പറഞ്ഞാൽ അയാളെ ബൈഅത്ത് ചെയ്യുക, അടുത്ത ആൾ വരുമ്പോൾ അയാളെ ബൈഅത്ത് ചെയ്യുക എന്നുള്ള ഒരു പ്രഹസനം മാത്രമായിരുന്നു അന്നത്തെ ആളുകൾക്ക് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ബാസികളുടെ പതനത്തിന് കാരണമായിട്ടുള്ള രണ്ടാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് പറയാനുള്ളത് അസ്സിറാഉ മിൻ അജ്ലിൽ ഖിലാഫത്തി വ വിലായത്തിൽ അഹ്ദി. ഓക്കെ, ഖലീഫയാകാൻ വേണ്ടിയിട്ട്, അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട് അബ്ബാസികൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, ഏതായാലും നമുക്കൊരു കാര്യം അറിയാം. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം പ്രധാനമായിട്ടും ഈ അധികാരത്തിന് വേണ്ടിയിട്ട് ധാരാളം കടിപിടികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ, വ്യത്യസ്ത കുടുംബങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഭരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്ന, പരസ്പരം മത്സരിച്ചിരുന്ന 2 കുടുംബങ്ങളാണ്. ഒന്ന് ഹാഷിമികളും മറ്റേതൊന്ന് അമവിയാക്കളും. അല്ലേ, 2 പേർക്കും അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങളും ഉണ്ടാകും. ഹാഷിമികളുടെ അഭിപ്രായ പ്രകാരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. അലി റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനാണ് അധികാരം ലഭിക്കുവാനും മറ്റുള്ളവരെ ഭരിക്കാനുമുള്ള അവകാശമുള്ളത് എന്നായിരുന്നു ഹാഷിമികൾ വാദിച്ചിരുന്നത്. എന്നാൽ ഉമവിയാക്കളുടെ വാദപ്രകാരം അത് കൂടുതൽ എന്തായിരുന്നു? ശക്തമായിരുന്നു. അതായത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകർ ആരാണ് എന്ന് കണ്ടെത്തണം, അതിനു വേണ്ടിയിട്ട് പ്രതികാരം ചോദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഉമവിയാക്കൾ ഭരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നത്? മുന്നോട്ട് വന്നിരുന്നത് എന്നർത്ഥം. ഏതായാലും അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് ഭരണം ഈ ഉമവിയാക്കളിലേക്കാണ് പോയത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ, ഏതായാലും ഈ ഒരവസരത്തിൽ ഉമവിയാക്കൾ ഭരണത്തിൽ നിൽക്കുമ്പോഴും ഹാഷിമികൾ അല്ലെങ്കിൽ അലവിയാക്കൾ എന്ന് നമ്മൾ പറയുന്നവർ ഒരിക്കലും ഉമവിയാക്കളെ എന്ത് ചെയ്തിരുന്നില്ല? അംഗീകരിച്ചിരുന്നില്ല. ലോഹിറിൽ പ്രകടദൃഷ്ട്യാ അവരെ ഇവർ അംഗീകരിക്കുമെങ്കിലും ഇവർ സിരിയായിട്ട്, അവർ രഹസ്യമായിട്ട് അബ്ബാസികൾക്ക് ഭരണം ലഭിക്കാൻ, ഹാഷിമികൾക്ക് ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചരടുവലികൾ നടത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ,
ഉമവികളുടെ കാലത്തു തന്നെ അബ്ബാസികൾ നടത്തിയിട്ടുള്ള അദ്ദഅവത്തു സിർരിയ രഹസ്യ പ്രബോധനത്തിലൂടെയാണ് പിന്നീട് ഉമവികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലേറാൻ അബ്ബാസികൾക്ക് കാരണമായിട്ടുള്ളത്, ഹേതുകമായിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഉമവി ഭരണകൂടത്തിലെ അവസാനത്തെ ഖലീഫ മുഹമ്മദ് ഇബ്നു മർവാനിനെ മഅറക്കത്തു സാബ് എന്നുള്ള ഒരു യുദ്ധത്തിലൂടെ അബ്ബാസികൾ പരാജയപ്പെടുത്തുന്നു. അതോടുകൂടെ അവരിലേക്ക് ഭരണാധികാരം നീങ്ങുന്നു. ഓക്കെ, ആദ്യമായിട്ട് അബ്ബാസികൾ അബ്ദുല്ലാഹി അബുൽ അബ്ബാസ്, മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നിവരെ എന്ത് ചെയ്യുന്നു? ബൈഅത്ത് ചെയ്യുന്നു. അതോടുകൂടെ അലവിയാക്കളും അബ്ബാസികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവർ തമ്മിൽ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതുവരെ നമ്മൾ പറഞ്ഞത് മറ്റുള്ള കുടുംബക്കാരിൽ നിന്നും അബ്ബാസികൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളാണ്, തർക്കങ്ങളാണ്. എന്നാൽ ഇന്റേണൽ ക്ലാഷസും, അതായത് ആന്തരികമായിട്ടുള്ള തർക്കങ്ങളും ഈ അബ്ബാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിളാമുൽ ഖിലാഫയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അബ്ബാസി ഭരണകൂടം ഒരു ഭരണകൂടമായിട്ട് നിലവിൽ വന്നതിന് ശേഷം അവരുടെ ആദ്യത്തെ ഖലീഫയായിട്ടുള്ളത് അബുൽ അബ്ബാസ് സഫാഹ് ആയിരുന്നല്ലോ. ഈ അബുൽ അബ്ബാസ് സഫാഹ് തനിക്ക് ശേഷമായിട്ടുള്ള ഭരണാധികാരിയായിട്ട് തൻ്റെ അനിയനായ അബൂ ജാഫറുൽ മൻസൂറിനെ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. എന്നാൽ അതിനും ശേഷം തൻ്റെ സഹോദര പുത്രനായ ഈസ ഇബ്നു മൂസ ഭരണത്തിലേറണമെന്നായിരുന്നു അബുൽ അബ്ബാസ് സഫാഹിൻ്റെ വസിയ്യത്ത് പറഞ്ഞിരുന്നത്. ഓക്കെ, പക്ഷേ രണ്ടാമതായിട്ടുള്ള ഭരണാധികാരി അബൂ ജാഫറുൽ മൻസൂർ എന്നിവരെ ഈ ഈസ ഇബ്നു മൂസ എന്നിവരെ എന്ത് ചെയ്യുന്നു? ഭരണാവകാശത്തിൽ നിന്നും പിന്മാറ്റുന്നു. എന്നതിന് ശേഷം തൻ്റെ മകനായിട്ടുള്ള മഹ്ദി എന്നിവരെ അടുത്ത ഭരണാധികാരിയായിട്ട് നിയമിക്കുന്നു. ഓക്കെ, ഏതായാലും അബൂ ജാഫറുൽ മൻസൂറിൻ്റെ മകനായിട്ടുള്ള മഹ്ദി ഇദ്ദേഹം തൻ്റെ മകനായിട്ടുള്ള മൂസൽ ഹാദിക്ക് ബൈഅത്ത് നൽകുന്നു. ഓക്കെ, ഈ മൂസൽ ഹാദിക്ക് ശേഷം തൻ്റെ അടുത്ത മകനായിട്ടുള്ള ഹാറൂൺ റഷീദ് ഭരണത്തിലേറണം എന്നായിരുന്നു മഹ്ദിയുടെയും താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ മഹ്ദിക്ക് ശേഷം ഖലീഫയായ ഹാദിക്ക് ഈ മഹ്ദിയുടെ നിർദ്ദേശം വസിയ്യത്തനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് അടുത്ത അവകാശിയായിട്ട് തൻ്റെ സഹോദരനായ ഹാറൂൺ റഷീദിന് ഭരണം നൽകാൻ അത്രത്തോളം താല്പര്യമുണ്ടായിരുന്നില്ല. തൻ്റെ മകനായിട്ടുള്ള ജാഫറുൽ ഖാസിറിനെ അടുത്ത ഭരണാധികാരിയാക്കണം എന്നായിരുന്നു ഹാദിക്ക് താല്പര്യമുണ്ടായിരുന്നത്. പക്ഷേ ഹാദിയുടെയും ഹാറൂൺ റഷീദിൻ്റെയും ഉമ്മയായിട്ടുള്ള ഖൈസറാൻ എന്നുള്ള വനിത ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഹാദിയെ പിന്മാറ്റുന്നു. അങ്ങനെയാണ് പിന്നീട് അഞ്ചാമത്തെ ഖലീഫയായിട്ട് ഹാറൂൺ റഷീദ് വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഹാറൂൺ റഷീദ് ഭരണാധികാരിയായതിന് ശേഷം അദ്ദേഹം തനിക്ക് ശേഷമുള്ള 3 പേരെ എന്തായിട്ട് നിയമിച്ചു? അടുത്ത ഖലീഫമാരായിട്ട് നിയമിക്കുന്നുണ്ട്. ആദ്യമായിട്ട് മുഹമ്മദ് എന്നുള്ള അമീൻ എന്ന സ്ഥാനപ്പേരുള്ള തൻ്റെ മകൻ, അത് കഴിഞ്ഞിട്ട് അബ്ദുള്ള എന്നുള്ള മഅ്മൂൻ എന്ന സ്ഥാനപ്പേരുള്ള അടുത്ത മകൻ, അതും കഴിഞ്ഞിട്ട് ഖാസിം എന്ന പേരുള്ള അൽ മുഅ്തമിൻ എന്ന സ്ഥാനപ്പേരുള്ള മകൻ. ഇങ്ങനെ ഈ 3 പേരും തനിക്ക് ശേഷം തുടർച്ചയായിട്ട് ഭരണാധികാരികളാകണം എന്നായിരുന്നു ഹാറൂൺ റഷീദിൻ്റെ താല്പര്യമുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഹാറൂൺ റഷീദിന് ശേഷം ഭരണാധികാരിയായ അമീൻ ഈ ഒരു വസിയ്യത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അമീൻ എന്ത് ചെയ്തു? തൻ്റെ മകനായിട്ടുള്ള അൽ ഖാസിർ മൂസ എന്നുള്ള ആളെ എന്ത് ചെയ്യാൻ? അടുത്ത ഭരണാധികാരിയാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് അമീനും മഅ്മൂനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ആ ഒരു പ്രശ്നത്തിലൂടെയാണ്, അവർ രണ്ടുപേരും ഉണ്ടായിട്ടുള്ള ക്ലാഷുകളിലൂടെയാണ് അമീൻ എന്നുള്ള ഭരണാധികാരി വധിക്കപ്പെടുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഏതായാലും ഇനി അടുത്തത് മഅ്മൂന് തൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് എന്നു പേരുള്ള അൽ മുഅ്തസിം എന്ന സ്ഥാനപ്പേരുള്ള ആളെയാണ് അടുത്ത ഖലീഫയായിട്ട് നിയമിക്കുന്നത്. ഓക്കെ, എന്നാൽ മഅ്മൂനി എന്നവർക്ക് മറ്റൊരു മകനുണ്ടായിരുന്നു അബ്ബാസ് എന്നുള്ള പേരിൽ. ഓക്കെ, അബ്ബാസ് എന്നുള്ള ഒരു മകൻ ഉണ്ടായിട്ട് പോലും തൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദിനെയാണ് തൻ്റെ ഉപ്പയായ മഅ്മൂൻ എന്ത് ചെയ്യുന്നത്? അടുത്ത ഭരണാധികാരിയാക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഇത് അബ്ബാസിന് തീരെ പിടിച്ചിരുന്നില്ല. അബ്ബാസ് എന്നിവർ ഈ മുഅ്തസിം എന്നുള്ള ആളെ, മുഹമ്മദ് എന്നുള്ള ആളെ വധിക്കാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഓക്കെ, ഏതായാലും അതിനുശേഷം ഇത്തരത്തിലുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുതവക്കിൽ അലല്ലാ എന്ന സ്ഥാനപ്പേരുള്ള ജാഫർ എന്നുള്ള ഭരണാധികാരി. ഓക്കെ, ഇദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ പിന്തുടർച്ചാവകാശിയായിട്ട്
പറഞ്ഞിരുന്നത് തൻ്റെ മകനായിട്ടുള്ള മുൻതസിർ എന്നുള്ള ആളെയായിരുന്നു. ഓക്കെ, എന്നാൽ പിന്നീട് ഇദ്ദേഹം മുൻതസിർ എന്നുള്ള തൻ്റെ മകനെ ആ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റുകയും മറിച്ച് തൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് എന്നു പേരുള്ള മുഅ്തസ് എന്ന സ്ഥാനപ്പേരുള്ള ആളെ അടുത്ത ഖലീഫയായിട്ട് നിയമിച്ചു. ഓക്കെ, ഇതൊരിക്കലും മുൻതസിർ എന്നുള്ള വ്യക്തിക്ക് പിടിച്ചില്ല. അപ്പോൾ ഈ മുൻതസിർ എന്നുള്ള ഈ മുതവക്കിൽ എന്നുള്ള ആളുടെ മകനാണല്ലോ മുൻതസിർ. ഈ മുൻതസിർ എന്ത് ചെയ്തു? തൻ്റെ അവകാശം മാറ്റിക്കൊടുത്ത തൻ്റെ ഉപ്പയായിട്ടുള്ള മുതവക്കിലിനെ വധിക്കാൻ വരെ ശ്രമിച്ചു. അങ്ങനെ വധിച്ചിട്ട് ആ തുർക്കികളുടെ സഹായത്തോടു കൂടെ തൻ്റെ സ്വന്തം ഉപ്പയായ ജാഫറിനെ മുതവക്കിൽ അലല്ലയെ ആര് വധിക്കുന്നു? ഈ മുൻതസിർ എന്നുള്ള ആൾ വധിക്കുന്നു. അങ്ങനെ അദ്ദേഹം അധികാരത്തിലേറുന്നു. ഓക്കെ, എന്നാൽ ഈ അധികാരം 6 മാസം മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ. ആ 6 മാസത്തോടെ അദ്ദേഹം മരിച്ചുവെന്നും ആ മരണം തന്നെ ശത്രുക്കൾ നൽകിയിട്ടുള്ള സുമ്മ കാരണത്താലായിരുന്നുവെന്നൊക്കെ, വിഷം കാരണത്താലായിരുന്നുവെന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ അധികാരത്തിന് വേണ്ടി അബ്ബാസികൾക്കിടയിൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് അബ്ബാസി ഭരണകൂടത്തിലെ ആദ്യ ഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു കാലഘട്ടമായിരുന്നു. അതായത് അധികാരത്തിന് വേണ്ടിയിട്ട് തൻ്റെ കുടുംബക്കാരായാലും വേണ്ടില്ല എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹമായിട്ട് അബ്ബാസികൾ അത്രത്തോളം തരം താഴ്ന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഏതായാലും അബ്ബാസികളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള മൂന്നാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് എണ്ണി പറയാവുന്നത് ലാഹിറത്തുൽ ഇസ്തിബ്ദാദി വല്ലുൽമി എന്നതാണ്. അതായത് ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ അടിച്ചമർത്തുന്നു, അവർക്ക് വേണ്ട അതിക്രമങ്ങളൊക്കെ ചെയ്യുന്നുവെന്നർത്ഥം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടമാകുമ്പോൾ അത് നിലനിൽക്കാൻ ഒരിക്കലും ആർക്കും താല്പര്യമുണ്ടാവില്ല. പൊതുജനങ്ങൾക്കിടയിൽ നിന്നു തന്നെ അതിനെതിരെ എന്തുവരും? വിമർശനങ്ങൾ വരുമെന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇങ്ങനെ അടിച്ചമർത്തലുകൾ, ഭരണാധികാരികൾ തന്നെ അതിക്രമം നടത്തിയിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ അബ്ബാസി ഭരണകൂടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഏതായാലും അബ്ബാസി ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവർ പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടിയിരുന്നവരാണ് എന്നൊക്കെ. ഏതായാലും ഈ ഒരവസരത്തിൽ അവർ തന്നെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത് ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു തൗഫീഖാണ്. അള്ളാഹു തആല ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ വെച്ചുള്ള ഏറ്റവും നല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് ഖിലാഫത്ത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ പറയുന്നത് എന്തായാലും അത് യഥാവിധി അനുസരിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു നിലപാട് ജനങ്ങളിൽ കുത്തിവെക്കാൻ ധാരാളം പിൻകാല അബ്ബാസി ഭരണാധികാരികൾ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അബ്ബാസി ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഖലീഫ അബൂ ജാഫറുൽ മൻസൂർ എന്നിവർ ഭരണത്തിലേറിയതിന് ശേഷം ആദ്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇന്നമാ അന സുൽത്താനുല്ലാഹി ഫി അർളിഹി അസൂസുകും ബി തൗഫീഖിഹി വ തസ്ദീദിഹി എന്നായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അവൻ്റെ ഭൂമിയിലുള്ള ഭരണാധികാരിയാണ്. അവൻ്റെ വേണ്ടുക കൊണ്ടാണ്, അവൻ എന്നെ ശരിപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഭരിക്കുന്നുവെന്നുള്ള ഒരു ആശയമാണ് അബൂ ജാഫറുൽ മൻസൂർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുകയാണ് എങ്കിലും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹു എനിക്ക് നല്ലത് അറിയിച്ചു തന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം എന്ത് ചെയ്യാൻ, അതെല്ലാം അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ആശയമാണ് ഇതിലൂടെ അബൂ ജാഫറുൽ മൻസൂർ നൽകിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ത് പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കാതെ അതിന് ഓപ്പോസിറ്റ് ഭരണാധികാരികൾ ചെയ്താലും അവയെല്ലാം കണ്ണടച്ച് വിശ്വസിക്കേണ്ട, കണ്ണടച്ച് മാനിക്കേണ്ട ഒരു ദുരവസ്ഥ ജനങ്ങൾക്ക് വന്നു എന്നുകൂടി നമ്മളിതിന് മനസ്സിലാക്കണം. സത്യത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് ഒരിക്കലും ഇങ്ങനെയല്ല. ഭരണാധികാരികൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാമിനുള്ളത്. മറിച്ച് ഭരണാധികാരികൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തിരുത്താനും അതിനെ ശരിയാക്കാനുമൊക്കെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഇസ്ലാം മുന്നോട്ട് വരുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ ജനങ്ങളോട് പറഞ്ഞതെന്താണ്? ഫഇൻ റഅയ്തുമൂനി അലാ ഹഖ്ഖിൻ ഫഅഈനൂനി വഇൻ റഅയ്തുമൂനി അലാ ബാത്തിലിൻ ഫസദ്ദിദൂനി അതീഊനി മാ അതഅതുല്ലാഹ ഫീകും ഫഇൻ അസൈതുഹു ഫലാ തഅത ലി അലൈക്കും എന്നായിരുന്നു. ഓക്കെ, അതായത് ഞാൻ സത്യം ചെയ്യുന്നതായിട്ട്, സത്യത്തിനനുസരിച്ച് തന്നെ ഞാൻ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ നിങ്ങൾ ശരിപ്പെടുത്തണം എന്നുള്ളതുപോലെ ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ വഴിപ്പെട്ടാൽ മതി, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെയും അനുസരിക്കേണ്ട എന്നുള്ള ഒരു പ്രസംഗമായിരുന്നു അബൂബക്കർ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, എന്നാൽ ഈ ഒരു വ്യവസ്ഥയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഖലീഫമാർക്ക് എന്തും ചെയ്യാം, അതെല്ലാം മാനിക്കേണ്ട ഒരു ദുരവസ്ഥ ആർക്കുണ്ട്? പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു സമ്പ്രദായം അബ്ബാസികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഖലീഫ എന്താണോ വിശ്വസിക്കുന്നത് അതുതന്നെ ബാക്കിയുള്ള എല്ലാവരും വിശ്വസിക്കണം, അത് തെറ്റായാലും ശരിയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു പ്രവണത എന്നർത്ഥം. ഓക്കെ, ഇതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ അബ്ബാസി ഭരണകൂടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് മഅ്മൂനിൻ്റെ ഭരണകാലത്ത് മഅ്മൂനിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഒരു മുഅ്തസിലി ആശയമായിരുന്നു അല്ലേ? ഖൽഖുൽ ഖുർആൻ, അതായത് ഖുർആൻ മഖ്ലൂഖാണ് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു മഅ്മൂനുണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു വിശ്വാസം ഉണ്ടാകാൻ, ഈ ഒരു വിശ്വാസം ജനങ്ങൾ എല്ലാവരും പിൻപറ്റാൻ വേണ്ടിയിട്ട് മഅ്മൂൻ അധികാരം ഉപയോഗപ്പെടുത്തിയതായിട്ടും ദുരുപയോഗപ്പെടുത്തിയതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ആ ഖൽഖുൽ ഖുർആൻ എന്നുള്ള ആശയം അംഗീകരിക്കാത്ത പണ്ഡിതന്മാരെ മഅ്മൂൻ എന്ത് ചെയ്തിരുന്നു? തടവിലാക്കിയിരുന്നു, പട്ടിണിക്കിട്ട് വധിച്ചിരുന്നുവെന്നൊക്കെ നമുക്ക് കാണാം. മഅ്മൂനിന് ശേഷം വന്നിട്ടുള്ള മുഅ്തസിം എന്നുള്ള ഭരണാധികാരിയും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ കാലത്തെ ധാരാളം ഫുഖഹാക്കളെ മുഅ്തസിം എന്നുള്ള ഭരണാധികാരി പരീക്ഷിച്ചതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഹംബലി മദ്ഹബിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഓക്കെ, ഈ മുഅ്തസിമിന് ശേഷം വന്നിട്ടുള്ള വാസിഖ് എന്നീ ഭരണാധികാരിയും ഇത്തരത്തിൽ മുഅ്തസിലി ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഖൽഖുൽ ഖുർആൻ എന്നുള്ള ഒരു വാദമുണ്ടാകാൻ വേണ്ടിയിട്ട് ധാരാളം ഫുഖഹാക്കളെയും പണ്ഡിതന്മാരെയും പീഡിപ്പിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, എന്നുള്ളതുപോലെ അഹ്മദ് ബിൻ നസറുൽ ഖുസാഇ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ വാസിഖിൻ്റെ കാലത്ത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഖൽഖുൽ ഖുർആൻ എന്നുള്ള വിഷയത്തിൽ ദാരുണമായിട്ട് വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായിട്ട് പഠിച്ചതാണ്. ഓക്കെ, ഭരണാധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്ന, അവരെ അതിക്രമിക്കുന്ന ഒരു പ്രവണത അമീനിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള അമീനിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ കൊട്ടാരത്തിനടുത്തുള്ള പൂന്തോട്ടത്തിൽ വെച്ചൊരു പാനീയം കുടിക്കുന്ന അവസരത്തിൽ തൻ്റെ കൊട്ടാരത്തിലുള്ള ഒരു വേലക്കാരിയെ വിളിച്ചു വരുത്തുകയും അവളോട് പാട്ടുപാടാൻ അമീൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഓക്കെ, എന്നാൽ അവളുടെ പാട്ട് അമീനിന് അത്രത്തോളം പിടിച്ചില്ല. അതു കാരണത്താൽ അവളെ കൊട്ടാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, അവളെ ഒരു വന്യമൃഗങ്ങളൊക്കെയുള്ള ഒരു സങ്കേതത്തിൽ അവർക്ക് ഭക്ഷണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തു എന്നുകൂടി നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഇങ്ങനെ സാധാരണക്കാരോട് മാത്രമല്ല പണ്ഡിതന്മാരോടും ഇത്തരത്തിലുള്ള ഒരു നിലപാട് ചില ഭരണാധികാരികളൊക്കെ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മസ്അല വിഷയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം തനിക്ക് പിടിക്കാത്തതാണ് എങ്കിൽ, തൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തതാണ് എങ്കിൽ അവരെയും പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അബ്ബാസി ഭരണാധികാരികൾക്കുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ഇബ്നു സക്കീത്ത് എന്നുള്ള പണ്ഡിതൻ, ഈ പണ്ഡിതനോട് മുതവക്കിൽ എന്നുള്ള ഭരണാധികാരി ഒരിക്കൽ തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിച്ചു. തൻ്റെ 2 മക്കളാണോ അതല്ല ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണോ ഏറ്റവും നല്ലവർ എന്നുള്ള ചോദ്യത്തിന് ഇബ്നു സക്കീത്ത് മുതവക്കിലിന് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന് പിടിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇബ്നു സക്കീത്ത് എന്നീ പണ്ഡിതനെ എന്തു ചെയ്യാൻ, ഒരു പുതപ്പിനുള്ളിൽ പുതപ്പിച്ചിട്ട് മരണം വരെ ചാട്ടവാറടി അടിക്കാൻ ആര് കൽപ്പിച്ചു? മുതവക്കിൽ എന്നുള്ള ഭരണാധികാരി കൽപ്പിച്ചു. അങ്ങനെയാണ് ഇബ്നു സക്കീത്ത് എന്നുള്ള പണ്ഡിതൻ മരണമടഞ്ഞത് എന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അബ്ബാസി ഭരണകൂട കാലത്ത് സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ധാരാളം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. ഏതായാലും അതിലേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നത് അന്നത്തെ അലവികൾക്കായിരുന്നു. നമുക്കറിയാം, അബ്ബാസികളുടെ തുടക്കകാലത്ത് ഭരണത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയിരുന്ന പ്രധാനപ്പെട്ട 2 കുടുംബങ്ങളായിരുന്നല്ലോ, ഒന്ന് അബ്ബാസികളും മറ്റേതൊന്ന് അലവികളും. ഓക്കെ, ഏതായാലും ഭരണത്തിലേറിയ അബ്ബാസികൾ അലവികളെ നന്നായിട്ട് പീഡിപ്പിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാവുന്നതാണ്. ഏതായാലും അന്നത്തെ കാലത്തെ പണ്ഡിതന്മാരെ നമുക്ക് 2 എണ്ണമാക്കി തരംതിരിക്കാം. ഒന്ന് ദുന്യവിയായിട്ടുള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ദുന്യാവ് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട്, ഭരണാധികാരികളിൽ നിന്നും സമ്പത്ത് കൂടുതലായിട്ട് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് മസ്അലകൾ ഉണ്ടാക്കുന്ന, അതിനനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ മാറ്റുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്കതിനനുസരിച്ച് ദുന്യവിയായിട്ടുള്ള വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ നിഷ്കളങ്കരായിട്ടുള്ള മറ്റ് തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മറ്റ് ഇനം പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ ഭരണാധികാരി
ഭരണാധികാരികളുടെ അടുത്തേക്ക് പോകാനും അവരിൽ നിന്നുള്ള സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാനുമൊന്നും അവർ തുനിഞ്ഞിരുന്നില്ല. അവർ സ്വന്തമായിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു, വക്കീ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്നിവരെയൊക്കെ ഈ ഗണത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഏതായാലും ഇപ്പോൾ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവയെല്ലാം നമ്മൾ പറഞ്ഞത് അബ്ബാസി ഭരണകൂടത്തിലെ ഒന്നാമത്തെ ഘട്ടത്തിലാണ്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമായിരുന്നു. ഇസ്തിബ്ദാദ്, ദുൽമ്, ജനങ്ങളെ അടിച്ചമർത്തുക, അതിക്രമം ചെയ്യുക എന്നുള്ള പ്രവണത അബ്ബാസി ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഘട്ടത്തിൽ വളരെ അധികമുണ്ടായിരുന്നുവെന്നർത്ഥം. ഓക്കെ, ഏതായാലും രണ്ടാമത്തെ ഘട്ടത്തിൽ ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ കഷ്ടതകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതുതന്നെ ഒരു വിനോദമായിട്ട് മാറ്റിയിട്ടുള്ള ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അന്ന് കാലം വരെ വധിക്കുക എന്നുള്ളതുപോലെ തടവിലാക്കുക എന്നതൊക്കെയായിരുന്നു അബ്ബാസികൾ അവരുടെ ശിക്ഷകളായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അബ്ബാസികളുടെ രണ്ടാം ഘട്ടത്തിൽ വെറും അവയവങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളതുപോലെ കണ്ണ് ചുഴിഞ്ഞെടുക്കുക പോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷാമുറകളും അബ്ബാസി ഭരണാധികാരികൾ നടത്തിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ തൻ്റെ നിലപാടല്ലാത്ത ഒരാളെ പിടിച്ചാൽ ഈ അബ്ബാസി ഭരണാധികാരികളിൽ ചില ആളുകളുണ്ടായിരുന്നു, അവർക്കു തന്നെ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, നിന്നെ എങ്ങനെയാണ് വധിക്കേണ്ടത്, നിന്നെ തടവിലാക്കിയിട്ട് വിശപ്പ് നൽകിയിട്ട്, അതായത് പട്ടിണിക്കിട്ട് വധിക്കുകയാണോ വേണ്ടത്, അതല്ല അടിച്ചു കൊല്ലുകയാണോ വേണ്ടത് എന്നൊക്കെ ക്രൂരമായിട്ട് ജനങ്ങൾക്ക് തന്നെ മരിക്കാനുള്ള ഓപ്ഷൻ നൽകുന്ന, അതുതന്നെ ഒരു വിനോദമാക്കി മാറ്റിയിട്ടുള്ള അബ്ബാസി ഭരണാധികാരികളെയും നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാവുന്നതാണ്.